മച്ചാന്മാരെ ഇന്ന് അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ ഇവനെ കിട്ടി. അങ്ങനെ വെച്ചൊരു വെറൈറ്റി നമുക്ക് ഉണ്ടാക്കിയാലോ? പിന്നെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളി വേണം. സവാളയാണ് വേണ്ടത്. വെറൈറ്റി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കൊച്ചുള്ളി എടുക്കാം. അങ്ങനെ ഓരോ കൊച്ചുള്ളിയായിട്ട് ചെറുതായിട്ട് അരിയണം. ഇതേപോലെ അരിയാൻ നല്ല ക്ഷമ വേണം കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ അരിഞ്ഞരിഞ്ഞിതാ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് അടുത്ത ആളുടെ വരവ്. പുള്ളിക്കാരൻ കുറച്ച് ട്രാൻസിഷനൊക്കെ കാണിച്ചാണ് വരുന്നത്. അതെ, നമ്മുടെ തക്കാളി ഇതേപോലെ അരിഞ്ഞെടുക്കണം. നമ്മുടെ മൂന്നാം പച്ചമുളക്. ഒരു ഹൈപ്പിന് വേണ്ടി 2 പച്ചമുളക് എടുത്തതിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ അരിഞ്ഞോളൂ, കാരണം ഭയങ്കര എരിവുള്ള മുളകാണിത്. നമ്മളങ്ങനെ അടുപ്പിൽ പാനും വെച്ചു, തീയും കത്തിച്ചു. അങ്ങനെ പാനൊക്കെ ചൂടായതിനു ശേഷം ലേശം എണ്ണ നമ്മൾ വീട്ടി കൊടുക്കണം. കൂടുതൽ എണ്ണ വീത്തരുത്, കുറച്ച് എണ്ണ മാത്രം. അധികമായ അമൃതം വിഷമെന്നാണല്ലോ. കുറച്ച് എണ്ണയും വീത്തി അത് നമുക്ക് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓരോരുത്തരും ഇടാതെ മൊത്തത്തിൽ എല്ലാവരെയും കൂടെ അങ്ങ് മിക്സാക്കി ഇടണം കേട്ടോ. അങ്ങനെ എല്ലാവരെയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലിട്ട ആൾക്കാരെ നിങ്ങൾ മറക്കണ്ട. ഉള്ളി, തക്കാളി, പിന്നെ 1-2 പച്ചമുളക്, ഇവരാണ് കേട്ടോ ഇതിലെ മെയിൻ VIP-മാർ. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പരുവം കിട്ടണം. നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണയല്ല, കുറച്ച് വെള്ളം വീട്ടി കൊടുക്കണം. ഇതേപോലെ കിട്ടും. അതിന് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മാഗി ഇവിടെ ഇരിക്കില്ലേ, അത് നമുക്കുണ്ടാക്കാം. സെയിം പാനിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം വീത്തുക, വീണ്ടും രണ്ടാമത് 1 ഗ്ലാസ് വെള്ളവും കൂടെ വീത്തുക, പിന്നെ ഒരു 1/2 ഗ്ലാസും കൂടെ വീത്തുക. അങ്ങനെ മൊത്തത്തിൽ 2.5 ഗ്ലാസ് വെള്ളം വീത്തണം. മെയിൻ ഇവനാണ് കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ചു തുടങ്ങി. അതിലേക്ക് നമ്മുടെ മാഗി മസാല ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇളക്കി വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മുടെ മാഗി ഇട്ട് കൊടുക്കുക. അങ്ങനെ മാഗി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കണ്ട, അതേപോലെ തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ ചെയ്തതിന് ശേഷം അവരവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതൊക്കെ വേസ്റ്റിലിട്ട് കട്ട് ചെയ്ത ഭാഗമൊക്കെ വൃത്തിയാക്കാം. ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും കാണാതെ ഇതേപോലെ ആവണം. കുഴഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അയച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റി വെച്ച മസാല എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മുഴുവൻ മസാലയും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം പറയാണ്ട് നല്ല എരിവായിരിക്കും. എരിവ് ഇഷ്ടപ്പെടുന്നവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മാഗി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അവസാനം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു, എരി ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.